ടാപ്പിംഗിന് തൊഴിലാളികളെ കിട്ടാനില്ലാതെ വന്നതോടെ ഹൈറേഞ്ചിലെ റബ്ബർ കർഷകർ പ്രതിസന്ധിയിൽ. പുതിയ തലമുറ ടാപ്പിംഗ് തൊഴിൽ രംഗത്തേക്ക് വരാൻ വിമുഖത പുലർത്തുന്നതും അയൽ സംസ്ഥാന തൊഴിലാളികൾക്ക് ടാപ്പിംഗ് അത്ര വശമില്ലാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം. ടാപ്പിംഗിന് തൊഴിലാളികളെ കിട്ടാനില്ലാതെ വന്നതോടെ ഹൈറേഞ്ചിലെ റബ്ബർ കർഷകർ പ്രതിസന്ധി നേരിടുകയാണ്. പുതിയ തലമുറ ടാപ്പിംഗ് തൊഴിൽ രംഗത്തേക്ക് വരാൻ വിമുഖത പുലർത്തുന്നതും അയൽ സംസ്ഥാന തൊഴിലാളികൾക്ക് ടാപ്പിംഗ് അത്ര വശമില്ലാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം. പഴയ തൊഴിലാളികൾ മാത്രമാണ് ഈ തൊഴിൽ രംഗത്തുള്ളത്. തൊഴിലാളികളുടെ കുറവ് മൂലം പല തോട്ടങ്ങളും ടാപ്പിംഗ് നടത്താതെ വെറുതെ ഇട്ടിരിക്കുകയാണ്. ഇതിനു പുറമെ പല കർഷകരും റബ്ബർ മരം വെട്ടി നീക്കി മറ്റു കൃഷിയിലേക്ക് മാറുന്ന സാഹചര്യവുമുണ്ട്. ചെറുകിട ഇടത്തരം കർഷകരാണ് ഏറെയും പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇവരിൽ പലരും സ്വന്തമായി ടാപ്പിംഗ് ചെയ്യാൻ സന്നദ്ധരാണെങ്കിലും പരിചയക്കുറവ് കറയുൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ടാപ്പിംഗ് തൊഴിലാളികൾക്ക് മരമൊന്നിന് 2 രൂപയാണ് കൂലി. പാലെടുത്ത് ഉറയിച്ചു കൊടുത്താൽ 3.5 രൂപ കിട്ടും. രാവിലത്തെ ഉറക്കം കളഞ്ഞ് പണിക്കിറങ്ങുമ്പോഴും തുച്ഛമായ വരുമാനമാണ് ലഭിക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. മറ്റു കാർഷിക ജോലികൾക്ക് 800 രൂപ വരെ കൂലി കിട്ടും. രാവിലെ 8-ന് ജോലിക്കിറങ്ങിയാൽ മതി. ടാപ്പിംഗ് തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കാൻ അയൽ സംസ്ഥാന തൊഴിലാളികളെ ടാപ്പിംഗ് പഠിപ്പിച്ച് രംഗത്തിറക്കാൻ റബ്ബർ ബോർഡ് ശ്രമം നടത്തിയെങ്കിലും പരാജയമായിരുന്നു. ടാപ്പിംഗ് പഠിച്ച ആരും തന്നെ ഈ തൊഴിൽ ചെയ്യാൻ തയ്യാറല്ല. അവർ പ്രതീക്ഷിക്കുന്ന വരുമാനമില്ലാത്തതാണ് കാരണം. വിലയിടിവിനൊപ്പം ടാപ്പിംഗ് തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് കൂടിയാകുമ്പോൾ റബ്ബർ ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കർഷകർ പറയുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.